ഇന്നു മുതൽ എല്ലാവരും ഒന്ന് സജീവമാകണം. ഇന്നു മുതലല്ല, ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും സജീവമാവണം. ചിറകൊടിഞ്ഞിട്ടും ചിറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ ആയിരിക്കണം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. എത്ര കൊല്ലമായി ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന ഒരാളാ എന്റെ അച്ഛൻ. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു അഴിമതി അച്ഛൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനെ മുഴുവനായി ഈ മകൾക്ക് മാത്രമേ അറിയൂ. പ്രതാപവർമ്മ എന്ന രാഷ്ട്രീയ നേതാവ് നടപ്പിലാക്കിയ ജനസേവന പദ്ധതികൾ, റോഡുകൾ, പാലങ്ങൾ, വീടില്ലാത്തവർക്ക് വീടുകൾ, പല കാറ്റഗറിയിൽപ്പെട്ട ക്ഷേമ പെൻഷനുകൾ, ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് ഈ നാട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം പാർട്ടിക്ക് ഇത്രയും സൽപ്പേര് നേടിക്കൊടുത്ത വേറൊരു പൊളിറ്റിക്കൽ ലീഡർ ഈ സംസ്ഥാനത്തുണ്ടോ? പിന്നെ എന്തിനാ നായ കുറച്ചതുപോലെ ഒരു അനന്തപിള്ള കുറച്ചു എന്ന് കരുതി മാറി നിൽക്കണം? നിരാശ ഒരു നല്ല രാഷ്ട്രീയ നേതാവിന്റെ ഭാഷയല്ല അച്ഛ. ജനങ്ങൾ അച്ഛനെ രാഷ്ട്രീയ നേതാവായി കണ്ടെടുത്തത് ജയിക്കാൻ മാത്രമല്ല, നിൽക്കാനാ. വീണാലും വീണ്ടും എഴുന്നേൽക്കാനാ. രാഷ്ട്രീയം കേവലം ഒരു കസേര മാത്രമല്ല അച്ഛ, അത് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം വഹിക്കാൻ ധൈര്യമില്ലെങ്കിൽ അതിന് അർഹതയുമില്ല. അച്ഛൻ ഒറ്റയ്ക്കല്ല, അച്ഛന്റെ പിന്നാലെ വിശ്വാസത്തോടെ നിൽക്കുന്ന 10,000-ങ്ങളുണ്ട്. അച്ഛൻ തിരയടിക്കുന്ന ഒരു കടല, അതറിയോ അച്ഛന്? അല്ല മോളെ, അത് അവരുടെ പ്രതീക്ഷകൾക്ക് മുന്നിൽ അച്ഛന്റെ നിരാശയ്ക്ക് വിലയില്ല അച്ഛ. പോരാടണം, നിലപാടുകളോടെ നിലകൊള്ളണം, മരണം വരെ. കാരണം ഒരു നല്ല രാഷ്ട്രീയ നേതാവ് തോൽക്കുന്നത് തെരഞ്ഞെടുപ്പിലല്ല, പതറി വഴിമാറുന്ന നിമിഷത്തില്. ഭഗവത്ഗീതയൊന്നും വായിച്ചു പഠിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷെ ഇതിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ നെറ്റിൽ നിന്നും എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ അച്ഛനിത് വായിക്കണം. എന്റെ അച്ഛൻ തോൽക്കാൻ ഈ മകള് സമ്മതിക്കില്ല. കുരുക്ഷേത്രത്തിലെ അർജുനനെ പോലെ അച്ഛൻ തിരിച്ചു വരണം. വരൂ അച്ഛ. Absolutely. Your words have lifted me back to life. From now on, I move only forward. ഇന്നു മുതൽ എല്ലാവരും ഒന്ന് സജീവമാകണം. ഇന്നു മുതലല്ല, ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും സജീവമാവണം. ചിറകൊടിഞ്ഞിട്ടും ചിറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ ആയിരിക്കണം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. പാർട്ടി ഓഫീസുകൾ തുറക്കണ്ടേ? വേണം. എല്ലാ ജില്ലകളിലെയും എല്ലാ പാർട്ടി ഓഫീസുകളും ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ഞാൻ മെസ്സേജുകൾ പാസ് ചെയ്ത് സംസ്ഥാനത്ത് ആകമാനം ഓഫീസ് തുറക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അപ്പോ ഓരോരുത്തരും ഓരോരോ ദൗത്യങ്ങളുമായി അവരവരുടെ വഴിക്ക്. ഓക്കെ സർ. നാളെ തന്നെ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ,
ഞങ്ങൾ ഇറങ്ങാണേ. വർമ്മ സാറേ വരൂ. അവസരമനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് കഴിവുള്ള മനുഷ്യരുടെ ലക്ഷണം. മോളെ, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ചെറിയച്ഛന് സന്തോഷമായി കേട്ടോ. താങ്ക് യു ചെറിച്ച. എന്താ രാജുവിനും ശേഖരനും സന്തോഷമായില്ലേ? സന്തോഷമായി ഏട്ടാ. വളരെ സന്തോഷമായി സർ. പ്രതാപൻ ഇപ്പൊ എടുത്ത തീരുമാനം വളരെ നല്ലതാ. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പ്രതാപൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ. ഞാൻ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പ്രചോദനമായത് എന്റെ മോളുടെ ഗീതോപദേശമാണ്. ആയുധമെടുക്കാനുള്ള കരുത്തില്ലാതെ ഞാൻ മനസ്സിന്റെ കുരുക്ഷേത്രത്തിൽ തളർന്നിരുന്നപ്പോ ഇവൾ എനിക്ക് ഗീതോപദേശം തന്നു. കർമ്മണ്യേ വാദികാരസ്തേ മാബലേഷു കഥാചന. ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം കൊടുത്തതുപോലെ ഇവൾ എനിക്കും തന്നു. പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവർക്കും അവരുടേതായ ഓരോ ശരികളുണ്ടായിരുന്നു, ശകുനിക്ക് വരെ. പക്ഷേ ഇവിടെ അനന്തംപിള്ളയ്ക്ക് ഒരു ശരിയുമില്ല. അവനൊരു ഇന്റർനാഷണൽ ഫ്രോഡാ. പ്രസ്ഥാനം നമുക്ക് കരുത്തുള്ളതാക്കണം. പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ നമുക്ക് തിരിച്ചു വരണം. ഇനി നമ്മുടെ കുടുംബത്തില് പ്രതാപൻ മാത്രം പോരാ, MLA മന്ത്രിയൊക്കെ ആയിട്ട് ജയിക്കുന്ന 2 മണ്ഡലങ്ങളിലേക്ക് ഈ നിൽക്കുന്ന ശേഖരനെയും മറ്റൊന്നില് ദീപകിനെയും നിർത്തണം. അവരും കൂടി ജയിച്ച് MLA മന്ത്രിയൊക്കെ ആവട്ടെ. ആദ്യം ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്താം. ദേ, എനിക്ക് പാർലമെന്ററി മോഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടിന്റെ ഒരാവശ്യവുമില്ല. അതെന്താ അവരുടെ കാര്യം മാത്രം പറഞ്ഞത്? നിങ്ങൾ മത്സരിക്കുന്നില്ലേ? ഇവരിനിയേ മത്സരിക്കില്ല. മത്സരിച്ചാ തോക്കും, ഉറപ്പായിട്ടും തോക്കും. അതുമാത്രല്ല, ഇവരുടെ നോമിനേഷൻ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയുകയും ചെയ്യും. മോനെ ദീപക്കേ, എന്തായാലും പ്രതാപൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയല്ലേ, എനിക്ക് നിനക്കൊരു സീറ്റ് തരാതിരിക്കുവോ? അമ്മയെ ഇലക്ഷന് മത്സരിപ്പിച്ചേക്കാം, പക്ഷേ എനിക്കൊന്നും തരില്ല അയാള്. എന്നെ അയാൾക്ക് നല്ല പുന്നാരാണല്ലോ. എടാ, നീയൊന്ന് അടങ്ങ്, നമുക്ക് നോക്കാം.